എന്താണ് ഇറാനിലെ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണം? പലരും വിചാരിക്കുന്ന പോലെ അത് ഇറാൻ്റെ ആണവശേഖരം തകർക്കുക എന്നത് മാത്രമല്ല. അത് ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരു കാരണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാരണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിലെ കേസ് വിചാരണ പരമാവധി ദീർഘിപ്പിക്കുക എന്നതാണ്. അതിനായി ഏതെങ്കിലും വിധത്തിൽ ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗിനെ സ്വാധീനിച്ച് കേസ് മരവിപ്പിക്കാനുള്ള ശ്രമം നടത്തി നോക്കി. ക്ഷമ ചോദിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ പ്രസിഡന്റിന് കത്തും സമർപ്പിച്ചു. നെതന്യാഹുവിനോട് ക്ഷമിക്കണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹെർസോഗിന് കത്തയച്ചു. എന്നാൽ ഒന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിൽ കേസുകളിൽ നെതന്യാഹുവിന് കോടതി വീണ്ടും നോട്ടീസ് അയച്ചു. ഫെബ്രുവരിയിൽ വിചാരണ ആരംഭിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അതെങ്ങനെയും നീട്ടാനാണ് നെതന്യാഹു ശ്രമിച്ചത്. ഇനിയും നീട്ടാനാവില്ലെന്ന ഘട്ടത്തിലാണ് ഫെബ്രുവരി 28-ന് ഇറാനുമേൽ ഏകപക്ഷീയമായി ആക്രമണം അഴിച്ചുവിടുന്നത്. യുദ്ധം വന്നതോടെ സുരക്ഷാ കാരണത്താൽ വിചാരണയ്ക്ക് ഹാജരാവാൻ കഴിയില്ലെന്ന് കാണിച്ച് പ്രധാനമന്ത്രി കോടതിക്ക് സീൽ വെച്ച കത്ത് സമർപ്പിച്ചു. ഇത് കോടതിക്ക് പരിഗണിക്കാതിരിക്കാനാവില്ല. വിചാരണയിൽ തൽക്കാലം കാലതാമസം വരുത്തി. അതിനിടയിൽ പ്രസിഡന്റിൻ്റെ മനസ്സിളക്കി എങ്ങനെയെങ്കിലും കേസ് മരവിപ്പിക്കാനാണ് ശ്രമം. അതിനുള്ളൊരു തടയിടലാണ് ട്രംപിൻ്റെ ഒത്താശയോടെയുള്ള ഈ യുദ്ധം. അതുകൊണ്ടുകൂടിയാണ് സമാധാന ചർച്ചകൾക്കെന്ന പേരിൽ ഇസ്രയേൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒപ്പം വൈറ്റ് ഹൗസിലെത്തണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിക്കുന്നത്. അവിടെ സമാധാന ചർച്ചകളിലെ പ്രധാന ഉപാധി നെതന്യാഹുവിൻ്റെ കേസ് ഒതുക്കി തീർക്കലാവും. കാരണം നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകൾ വളരെ ഗുരുതരമാണ്. ജീവിതകാലം മുഴുവനും അഴിക്കുള്ളിൽ കഴിയാനും സ്വത്തുക്കൾ മുഴുവനും കണ്ടുകെട്ടാനും സാധ്യതയുള്ള കേസുകളാണിത്. പലർക്കും അറിയാത്ത ഈ കേസുകൾ എന്തെന്ന് പറയാം. നെതന്യാഹു ഹോളിവുഡ് നിർമ്മാതാവ് അർണോൾഡ് മിച്ചൻ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരിൽ നിന്ന് കോടിക്കണക്കിന് പണം കൈപ്പറ്റി അവർക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. ട്രംപിൻ്റെ മരുമകൻ ജരഡ് കുഷ്ണറാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ എന്ന ഒരു ആരോപണമുണ്ട്. മറ്റൊന്ന്, നെതന്യാഹുവിൻ്റെ ബന്ധുവായ ബിസിനസ്സുകാരൻ മിലിക്കോസ്കിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ കൈപ്പറ്റി. അതിലൊരു പ്രധാന ഭാഗം ഭാര്യ സാറ നെതന്യാഹുവിൻ്റെ അഴിമതി ആരോപണ കേസുകൾക്കായി ചെലവഴിച്ചു എന്നതാണ്. മിലിക്കോസ്കിയുടെ കമ്പനിയിൽ 2007-ൽ നെതന്യാഹു നടത്തിയ നിക്ഷേപത്തിന് 3 വർഷത്തിനുള്ളിൽ 7 ഇരട്ടിയോളം വർധനവുണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രി അനധികൃതമായി ആനുകൂല്യങ്ങൾ നൽകിയാണ് നേടിയെടുത്തതെന്ന ഒരു ആരോപണവും നിലവിലുണ്ട്. ഇനി മറ്റൊരാരോപണം, ഇസ്രയേൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ടെൻഡർ കൊടുക്കുന്നതിനായി നെതന്യാഹു പല പ്രമുഖ ബിസിനസ്സുകാരിൽ നിന്നും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സ്വീകരിച്ചു എന്നതാണ്. പൊതുഫണ്ടുകൾ സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തതിന് ഭാര്യ സാറ നെതന്യാഹുവും ഇപ്പോൾ തന്നെ കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോൾ തൽക്കാലം അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് മുങ്ങിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. നെതന്യാഹു തൻ്റെ രാഷ്ട്രീയ എതിരാളിയായ ഇസ്രയേൽ ഹയോമിനെ അപകീർത്തിപ്പെടുത്തുന്നതിനായി എഡിയോത്ത് അഫ്രനോത്ത് എന്ന മാധ്യമത്തിൻ്റെ ഉടമ അർണോൾഡ് മോസസുമായി ഒരു രഹസ്യ കരാർ ഉണ്ടാക്കിയെന്നും അതിനു പകരമായി രാജ്യത്ത് ഈ ചാനലിന് അനുകൂല കവറേജ് നൽകിയെന്നുമുള്ള മറ്റൊരു കേസും നിലവിലുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഗുരുതരമായ കേസ് ബെസക് ടെലികോമിൻ്റെ ഓഹരിയുടമയായ ഷാൾ എലോവിച്ചിന് നെതന്യാഹു രാജ്യത്ത് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകി എന്നതാണ്. ഇതിനൊക്കെ പുറമേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുദ്ധകുറ്റകൃത്യങ്ങളും മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച ആരോപണങ്ങളും നെതന്യാഹുവിനെതിരെയുണ്ട്. പലസ്തീനിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും തടഞ്ഞുവച്ച് നിരവധി നിരപരാധികളായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പട്ടിണിയിലേക്ക് നയിച്ചു എന്ന കേസും അന്താരാഷ്ട്ര കോടതിയിൽ നിലവിലുണ്ട്. ഈ കേസുകളുടെ എല്ലാം വിചാരണ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഏക കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ജഡ്ജിമാർ ഇതിൽ അസംതൃപ്തരാണ്. എങ്കിലും യുദ്ധ സാഹചര്യത്തിൽ സുരക്ഷാ കാരണങ്ങളും നയതന്ത്ര കാരണങ്ങളും ഉന്നയിച്ച് വിചാരണയ്ക്ക് വിളിക്കുമ്പോഴെല്ലാം സീൽ ചെയ്തൊരു കവർ കോടതിയിൽ സമർപ്പിക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. വിചാരണകൾ സെപ്റ്റംബർ വരെയെങ്കിലും വൈകിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. ആഗസ്റ്റിലെങ്കിലും യുദ്ധം അവസാനിച്ചാൽ സെപ്റ്റംബർ മുതൽ വിചാരണ തുടങ്ങും. പക്ഷേ ഒക്ടോബറോടെ ഈ വിചാരണകൾ അവസാനിക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കോടതി വിധി വന്നില്ലെങ്കിൽ, നെതന്യാഹു കുറ്റക്കാരനാണെന്ന് അതിനോടകം കണ്ടെത്തിയില്ലെങ്കിൽ വരുന്ന ഒക്ടോബറിൽ നടക്കുന്ന ഇസ്രായേലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് വീണ്ടും മത്സരിക്കാം. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുകയും ആവാം. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് വരെയെങ്കിലും യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നത് നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് മാത്രമല്ല
നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം സമാധാന ചർച്ചകൾ നടന്നാലും 3 മാസം കൂടി ഈ യുദ്ധം എങ്ങനെയെങ്കിലും നീട്ടിപ്പിടിക്കാൻ നെതന്യാഹു പഠിച്ച പണി 18 നോക്കും. പക്ഷേ ട്രംപിൻ്റെ കാര്യം അതല്ല. ട്രംപിന് ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ലക്ഷ്യമോ അർത്ഥമോ ഇല്ലാത്ത ഒരനന്തമായ യുദ്ധത്തിലേക്ക് അമേരിക്ക വീണ്ടും വഴുതി വീഴുകയാണോ എന്ന് കൺസർവേറ്റീവ് കമൻറ്റേറ്റർ മോഗിൻ കെല്ലി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനെ കൈവിട്ട് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചത്. ഇതിനെതിരെ നെതന്യാഹു എങ്ങനെ തടയിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും യുദ്ധം എന്ന് അവസാനിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി ഇറാനിൽ യുദ്ധം അവസാനിച്ചാലും പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് നെതന്യാഹു യുദ്ധം തുടരും. കാരണം യുദ്ധം മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയിലിൽ നിന്ന് രക്ഷപ്പെടാനും നെതന്യാഹുവിന് മുന്നിലുള്ള ഏക പോംവഴി. ലോകത്തിന് മുഴുവനും നാശം വിതച്ചാലും വേണ്ടില്ല, അതിലൂടെ തന്നെ അദ്ദേഹം നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. വാർ ഈസ് ദി കണ്ടിന്യൂഷൻ ഓഫ് പൊളിറ്റിക്സ് ബൈ അതർ മീൻസ്. മറ്റ് മാർഗങ്ങളിലൂടെയുള്ള രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് യുദ്ധം എന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കാൾ വോൺ ക്ലോസ്വിറ്റ്സ് പറഞ്ഞത് ഇന്ന് സത്യവൽക്കരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഈ യുദ്ധവും.